വാർത്തകളിലേക്ക്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ദൗത്യ സംഘം ദുരിതത്തിൽ. സംഘാംഗങ്ങൾ 3 ദിവസമായി ഉപയോഗിക്കുന്നത് ഒരേ മാസ്ക്. ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതകളും നേരിടുന്നതായി പരാതിയുണ്ട്. കളക്ടറെ അയച്ചിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുകയാണ്. അജി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. കഴിഞ്ഞ 7 ദിവസമായി കൊച്ചി അനുഭവിക്കുന്ന ഒരു ദുരിതം നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ദൗത്യ സംഘം ഇത്തരത്തിൽ വലിയൊരു ദുരിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഇത് ഇന്ന് ബ്രഹ്മപുരത്തേക്കുള്ള എന്റെ യാത്ര തീർച്ചയായും ഒരു സാധാരണ യാത്ര പോലെയായിരുന്നു. അതായത് ബ്രഹ്മപുരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നമ്മുടെ ക്യാമറ ടീം, അബു താഹിർ അടങ്ങുന്ന ടീം ഇന്ന് അവിടേക്ക് സഞ്ചരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ സഞ്ചരിച്ച സമയത്ത് വളരെ ദയനീയമായാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ഓഫ് ക്യാമറയിൽ നമുക്ക് എനിക്ക് അറിയാമല്ലോ, അവര് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ തയ്യാറല്ല. കാരണം നിനക്ക് ദൗത്യ സംഘമാണ്, അതിനുപരി അവർക്കെതിരെ നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് അവർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് പറയാൻ അവർ തയ്യാറായില്ല. അവർ പറഞ്ഞത് ഇതേപോലെയുള്ള കുറച്ച് മാസ്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ. അത് എന്റെ ഹൃദയത്തിൽ തളച്ച ഒരു വാക്കായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ വാക്ക്. കാരണം അദ്ദേഹം പറയുകയാണ് 3 ദിവസമായി അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ ഒരു മാസ്ക് മാത്രമാണ്. ഈ ഒരു മാസ്ക് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അവർ ഉപയോഗിക്കുന്ന മാസ്ക് നോക്കൂ, സാധാ മാസ്ക് ആണ്. ഈ ദുർഗന്ധം വരുന്ന അവസ്ഥയിൽ എനിക്കും അറിയാമല്ലോ, നമ്മളൊരു 5 മിനിറ്റ് പോലും പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ചൂടും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പുകയൊക്കെ വരുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഈ റിയൽ ഹീറോസ് ഒരു മാസ്ക് പോലും ഇല്ലാതെ ജോലി ചെയ്യുന്നത്. അവർക്ക് മാസ്ക് ഉണ്ട്, മാസ്ക് ഇല്ലെന്നല്ല. അതായത് ക്വാളിറ്റിയുള്ള N95 മാസ്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ ശ്വാസതടസ്സമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ സാധാ മാസ്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ദൗത്യ സംഘത്തിന് നൽകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് നൽകേണ്ടത് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും നൽകാതെ ഈ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് അനുഭവിക്കുന്നത്. ഇവർക്ക് ആവശ്യത്തിന് N95 മാസ്ക് ലഭിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി.